ഫ്രണ്ട്സ്, ചെമ്പനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നല്ല രസമുള്ളൊരു എപ്പിസോഡാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വർഷയാണെങ്കിൽ ശ്രീകാന്തുമായിട്ട് ഡിവോഴ്സിനായിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. എന്തിനാണെന്ന് വെച്ചാൽ വർഷയ്ക്ക് ശ്രീകാന്തിനെയും അതുപോലെ ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ ഓണർ പ്രിയയുമായിട്ട് എന്തോ ചെറിയ കളക്ഷനൊക്കെ ഉണ്ടെന്ന് സംശയം തോന്നുക. അങ്ങനെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ സമയത്ത് അങ്ങനെ അതിനൊരു തീരുമാനമാകി അവിടുന്ന് വക്കീലിനെ കണ്ട് ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് വർഷ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കാണാത്തവർ നമ്മുടെ എൻ സ്ക്രീനിൽ കൊടുക്കാം, അത് പോയി ഒന്ന് കാണണേ. അങ്ങനെ അതിൽ നിന്നൊക്കെ പിന്തിരിപ്പിച്ച് നമ്മുടെ സച്ചിയും രേവതിയും കൂടിയാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ വർഷ ആ സമയത്ത് നമ്മുടെ രേവതിക്കൊരു സമ്മാനം കൊടുക്കുന്നുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, ഒരു 1.5 ലക്ഷം രൂപ വില വരുന്ന ഒരു ഐഫോണാണ് രേവതിക്ക് സമ്മാനമായിട്ട് വർഷ കൊടുക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോഴേക്കും നമ്മുടെ ശ്രുതിയുടെയും അതുപോലെ ചന്ദ്രയുടെയൊക്കെ കണ്ണ് തള്ളി പോവുക. ചന്ദ്ര അന്തം വിട്ട് ചോദിക്കുന്നുണ്ട്, ഇവക്ക് എന്തിന് ഇത്രയും വില കൂടി ഈ ഫോൺ കൊടുക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ വർഷ വക്കീലിൻ്റെ അടുത്ത് പോയിരിക്കുക. അപ്പോഴേക്കും സച്ചിയും രേവതിയും കൂടി അങ്ങോട്ട് ചെല്ലുകയാണേ. സച്ചിയും രേവതിയും കൂടെ ചെന്ന് വർഷയെ കാണുന്നുണ്ട്. എന്താ വർഷ നീ ഇവിടെ വന്നിരിക്കുന്നത്? അവിടെ നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഫംഗ്ഷൻ എല്ലാം റെഡി ആയിരിക്കല്ലേ? ആളുകളെല്ലാം കൂടിയിരിക്കുന്നു. ആ സമയത്ത് നീ ഇവിടെ വന്നിരുന്നാൽ എങ്ങനെയാ? എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ വർഷ പറയാം, അന്വേഷിച്ചോട്ടെ, ഞാൻ ഇനി ശ്രീകാന്തുമായിട്ട് ഒന്നിച്ചു പോകാൻ തീരുമാനിച്ചിട്ടില്ല. അതിന് പ്രത്യേകിച്ച് കാരണങ്ങളുമുണ്ട്. ഒരു ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ വക്കീലിനെ കാണാൻ വന്നതാ. അതെ, ഈ വക്കീൽ 100 ഡിവോഴ്സ് നടത്തിയിട്ടുള്ള വക്കീലാണ്, പേര് കേട്ട വക്കീൽ. ഇദ്ദേഹം വിചാരിച്ചാൽ എനിക്ക് പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് കിട്ടും എന്ന് പറയാം. അപ്പോൾ സച്ചി ചോദിക്കുക, എന്താ വർഷ ഈ പറയുന്നത്? എന്തിനാ ഇപ്പം നീ ഡിവോഴ്സിനായിട്ട് പോകുന്നതിന്? അതിന് വേണ്ടിയിട്ട് ശ്രീകാന്ത് എന്താ തെറ്റ് ചെയ്തേ? അപ്പോൾ വർഷ പറയാം, അതെ ഞാൻ പറയാം, ശ്രീകാന്തിന് അവൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ ഓണറുണ്ട് പ്രിയ, അവളുമായിട്ട് വേണ്ടാത്ത ചില ബന്ധങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നേരിക്കണ്ടെന്ന് പറയാം. അപ്പോൾ രേവതി ചോദിക്കുക, എന്താ വർഷം നീ നേരിക്കണ്ടത് ശ്രീകാന്തിനെ കുറിച്ച്? അങ്ങനൊന്നും ഒരു അഭിപ്രായം എനിക്കില്ല. അല്ല, നീ എന്താ കണ്ടേന്ന് വെച്ചാൽ പറ. അപ്പോൾ വർഷ പറയാം, അതെ ഞാൻ അവിടെ ചെല്ലുമ്പോഴേ ഇവന് നേരെയില്ല എന്നല്ലേ എപ്പോഴും പറയുന്നത്. എന്നിട്ട് അവൻ്റെ ഓണറിനെ എടുത്തു പൊക്കി അവളുമായിട്ട് സല്ലപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാം. അപ്പോൾ അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ സച്ചിൻ രേവതി അങ്ങ് പൊട്ടിച്ചിരിക്കുക. ഓഹോ, ഇതായിരുന്നോ കാര്യം? അവൻ്റെ ഓർഡറിനെ എടുത്തു പൊക്കി സല്ലപിക്കുകയായിരുന്നെന്നോ? എന്താടി അവൾ സല്ലപിച്ചത്? നീ വല്ലതും കേട്ടോ എന്ന് സച്ചി ചോദിക്കുക. ഞാനൊന്നും കേട്ടില്ലെങ്കിലും ഞാൻ കാണാനുള്ളതെല്ലാം കണ്ടു. പല പ്രാവശ്യമായിട്ട് ഇക്കാര്യത്തിൽ എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു. ഇപ്പം അത് ബോധ്യമായി. ഇനി വെഡ്ഡിങ് ആനിവേഴ്സറി വേണ്ട, ഒരു കുന്തവും വേണ്ട. വന്നവരോടൊക്കെ തിരിച്ചു പോകാൻ പറ. ഞാൻ വക്കീലിനെ കണ്ട് കാര്യത്തിനൊക്കെ തീരുമാനമായിട്ടേ വരുന്നുള്ളൂ എന്ന് പറയാനാണ്. അപ്പോൾ സച്ചി പറയേ, എൻ്റെ പൊന്നു വർഷേ, ഇതിനായിരുന്നു ഈ പ്രശ്നം മുഴുവൻ. ശ്രീകാന്ത് ഞങ്ങളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവൻ പോരാൻ തുടങ്ങിയ സമയത്താണ് അവൻ്റെ ആ റെസ്റ്റോറൻറ്റിൻ്റെ ഓണർ ആ മേഡം അവർ തെന്നി വീഴാൻ പോയത്. വെള്ളത്തിൽ ചവിട്ടി തെന്നി വീണ അവർക്ക് കാല് കുത്തി നടക്കാൻ മേലാത്തത് കൊണ്ടാണ് അവരെ എടുത്തു പൊക്കി വണ്ടിയിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രീകാന്ത് ശ്രമിച്ചത്. ആ സമയത്താണ് നീ വരുന്നത്. വന്ന പാടെ നീ അത് കണ്ടുകൊണ്ട് അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവുകയല്ലേ ചെയ്തത്? എന്താ ഏതാന്ന് വല്ലോ നീ ശ്രീകാന്തിനോട് ചോദിച്ചോ? അപ്പം ഉടനെ വർഷ പറയും, എന്ത് അവർ തെന്നി വീണെന്നോ? അവർ കാല് തെന്നി വീണപ്പം എണീറ്റ് നടക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ശ്രീകാന്ത് അവരെ താങ്ങി പിടിച്ച് വണ്ടിയിലേക്ക് കൊണ്ടുപോയത്. ആ സീനാ നീ കണ്ടത്. അതിനാ നീ ഈ ബഹളം മുഴുവൻ ഉണ്ടാക്കിയതെന്ന് പറയാം. അപ്പോൾ വർഷയ്ക്കും അങ്ങ് ഇത് തോന്നുകയാണ്, ചമ്മൽ തോന്നുക. വർഷ ഉടനെ പറയാം, അയ്യോ അങ്ങനെയായിരുന്നോ? അത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ നോക്കുമ്പം ഇവൻ അവരെ എടുത്തു പിടിച്ചോണ്ട് നിൽക്കുന്ന കണ്ടു. പിന്നെ എനിക്ക് കണ്ണ് കാണാൻ മേലാത്ത അവസ്ഥയായിപ്പോയി. ഞാൻ അവിടെ നിന്ന് നേരെ വക്കീലിൻ്റെ അടുത്തോട്ട് പോകുന്നു എന്ന് പറയാം. അപ്പോൾ രേവതി പറയാം, ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ സത്യാവസ്ഥ? ഇനിയെങ്കിലും പിണക്കമൊക്കെ മാറ്റി അങ്ങോട്ട് വാ. അവിടെ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. നിന്നെ കാണാതെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. ശ്രീകാന്ത് ആകെപ്പാടെ വിഷമത്തിലാന്ന് പറയാം. അപ്പം സച്ചിൻ പറയും, ശരിയാ, നമുക്ക് വേറൊരു പണിയില്ല. ഈ ഒരു ചെറിയ കാര്യത്തിന് ഏതാന്ന് ചോദിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യാതെ നേരെ ഇവിടെ ഇരിക്കുക. വക്കീലിനെ കാണാൻ 100 ഡിവോഴ്സ് നടത്തിയ വക്കീലാണ് പോലും. നാണമില്ലല്ലോടി നിനക്ക് പറയാൻ. വാ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറയാം. അപ്പോൾ വർഷ പറയുന്നുണ്ട്, ശരിയാ, എന്നാൽ പോകാം. ഞാൻ ശ്രീകാന്തിനെ തെറ്റിദ്ധരിച്ചു പോയി, അതാ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ എന്ന് പറയാണ്. ഇനി പോകാൻ നേരം എനിക്ക് ഡ്രസ്സ് വാങ്ങാനുണ്ട്. ആ ഡ്രസ്സ് വാങ്ങി ഒന്ന് ചെറുതായിട്ടൊന്ന് മേക്കപ്പൊക്കെ ചെയ്തിട്ട് നമുക്ക് പോകാം എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ വർഷയാണെങ്കിൽ പോയിട്ട്
ഡ്രസ്സൊക്കെ മാറി നന്നായിട്ട് മേക്കപ്പ് ചെയ്ത് ഒരു ബാർബി ഡോളിനെ പോലെയുള്ള ഒരു ഫ്രോക്കൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വരുന്നത്. നല്ല നല്ല ഭംഗിയായിട്ടുണ്ട് ആ ഫ്രോക്കൊക്കെ ഇട്ട്. ഒരു പാവക്കുട്ടിയെ പോലെ നമ്മുടെ വർഷ വരുവാണ് വെഡ്ഡിങ് ആനിവേഴ്സറി നടക്കുന്നിടത്തേക്ക്. അതേസമയം അവിടെയാണെങ്കിൽ മൊത്തം പ്രശ്നമാണേ. നമ്മുടെ ചന്ദ്രയുടെയും സെറ്റിൻ്റെയൊക്കെ ഡാൻസും പാട്ടും ഒക്കെ നടന്ന് അതെല്ലാം കഴിഞ്ഞു. എന്നിട്ടും കേക്ക് കട്ട് ചെയ്യേണ്ട സമയമായിട്ടും വർഷ അവിടെ എത്തിയിട്ടില്ല. ശ്രീകാന്ത് ആണെങ്കിൽ ആകെപ്പാടെ വെപ്രാളപ്പെട്ട് അതിലെയൊക്കെ നടക്കുകയും ചെയ്യണം. വർഷയുടെ വീട്ടുകാരെല്ലാം നന്നായിട്ട് ബഹളം വയ്ക്കുക. വർഷയുടെ അമ്മയും അച്ഛനും എല്ലാം കൂടി ശ്രീകാന്തിൻ്റെയും അതുപോലെ രവിയുടെയൊക്കെ അടുത്ത് നിന്നിട്ട് ചോദിക്കുക, എവിടെയാ മോള്, വർഷ എവിടെ, അവളെ കാണുന്നില്ലല്ലോ, ഇന്ന് അവളുടെ ഫംഗ്ഷനായിട്ട് പോലും അവൾ ഇതുവരെ എത്തിയില്ലെന്ന് പറഞ്ഞാൽ എന്താ, ഇതിലൊക്കെ എന്തോ സംശയിക്കാനുണ്ട്. ഈ ആളുകളെല്ലാം ഇവിടെ എത്തിയിട്ടും വർഷ എത്തിയില്ല. ശ്രീകാന്താണെ ഞങ്ങളുടെ മുഖത്ത് പോലും നോക്കുന്നില്ല. എന്താ ഇവിടെ ശരിക്കും നടന്നത് എന്നവർ ചോദിക്കുക. അപ്പോൾ രവി പറയുന്നുണ്ട്, അത് വർഷ വർക്കിന് പോയിരിക്കല്ലേ, സച്ചിൻ രേവതിയൊക്കെ പോയിട്ടുണ്ട് അവളെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട്, അല്ലാതെ ഒന്നും അല്ലയെന്ന് പറയാം. അപ്പോൾ അവർ പറയുക, അല്ല അങ്ങനെയൊന്നും അല്ല, എവിടെ ഒരു ഫംഗ്ഷന് പോകണമെങ്കിലും ഞങ്ങളുടെ മോൾ ആദ്യം അണിഞ്ഞൊരുങ്ങി അവിടെ ചെല്ലുന്ന ആളാ. എന്നിട്ട് അവളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഫംഗ്ഷന് ഇത്ര ആളുകളെയൊക്കെ ഇവിടെ വിളിച്ചു കൂട്ടിയിട്ട് അവൾ എത്തിയില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇതിൻ്റെ അകത്തൊക്കെ എന്തോ ചതിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരാകെ മൊത്തം പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണേ. ശ്രീകാന്താണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് വേർത്ത് നടക്കുക. ആ സമയത്ത് ആണ്ട വരുന്നു സച്ചിയും രേവതിയും വർഷയും കൂടെ കാറിൽ വന്ന് ഇറങ്ങുക. എന്നിട്ട് നടന്നു വരികയാണ് വർഷ വരുന്ന കാണുമ്പോൾ ശ്രീകാന്തിന് അങ്ങ് ആശ്വാസമാകുകയാണേ. നല്ല ബാർബി ഡോൾ പോലെയുള്ള ഫ്രോക്കൊക്കെ ഇട്ട് നല്ല ചെത്തി അടിച്ച് വരിക. ശ്രീകാന്ത് ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുക വർഷേ. ദൈവമേ, സമാധാനമായി, ഇവള് വന്നല്ലോ, നല്ല അടിപൊളിയായിട്ടുണ്ട് ഇവളുടെ ഫ്രോക്ക്, ഏതായാലും കൊള്ളാം, ഇതെനിക്ക് ഇപ്പോഴാണ് ഒന്ന് ശ്വാസം നേരെ വീണേന്ന് ശ്രീകാന്ത് പറയുക. അങ്ങനെ വർഷ വന്നു കഴിയുമ്പോഴേക്കും സച്ചിൻ രേവതി എല്ലാം കൂടെ വരുമ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ നോക്കി നിൽക്കുക. എന്നിട്ട് ചന്ദ്ര പറയും, ഇവളെവിടെ പോയി കിടക്കുമായിരുന്നു ഇത്രയും നേരം, ആനയിക്കാൻ ആൾക്കാർ പോണായിരുന്നു, അതുകൊണ്ടല്ല ഇപ്പം ഇത്രയും താമസിച്ചത്, പെൺകുട്ടികൾക്ക് ഇത്രയൊക്കെ അഹങ്കാരമാകാവോ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയുക. അപ്പോൾ വർഷ വരുന്ന കാണുമ്പം എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. ശ്രീകാന്ത് പറയാണ്, അപ്പോഴാണ് ശ്രീകാന്തിൻ്റെ ശ്വാസം നേരെ വിടുന്നത്. ശ്രീകാന്ത് പറയുക, അതെ ഞാൻ പോയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം എന്ന് പറഞ്ഞ് ശ്രീകാന്ത് പോവാം. അങ്ങനെ ശ്രീകാന്ത് വീട്ടിൽ പോലും ഒരുങ്ങി ഡ്രസ്സൊക്കെ മാറി ഫംഗ്ഷന് വേണ്ടിയിട്ട് വരികയാണ്. അങ്ങനെ വന്ന എല്ലാവരും നിൽക്കുകയാണ്. അവിടെ കുറേ കലാപരിപാടികളും ഒക്കെ നടക്കുക. അതിനൊക്കെ ശേഷം അങ്ങോട്ട് വന്ന് നിൽക്കുമ്പോഴേക്കും നമ്മുടെ സച്ചിയുടെ അടുത്തേക്ക് പതിവ് പോലെ തന്നെ ചെല്ലുകയാണ് കേട്ടോ നമ്മുടെ വർഷയുടെ അച്ഛൻ. വഴക്കുണ്ടാക്കാൻ എന്തെങ്കിലും ഒരു കാരണമുണ്ടോ എന്ന് നോക്കിയിട്ട് അങ്ങേര് ചെന്ന് സച്ചിയോട് പറയണേ, അതെ സച്ചി, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്, വാ നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. അപ്പോൾ സച്ചി പറയാം, എൻ്റെ പൊന്നങ്കിളെ വേണ്ട, സംസാരിക്കേണ്ട, ഇതിനു മുമ്പ് ഏത് ഫംഗ്ഷന് വെച്ച് നമ്മൾ കണ്ട് സംസാരിച്ചാലും അവിടെ എല്ലാം പ്രശ്നമാണ് ഉണ്ടാകാറ്, ഈ ഫംഗ്ഷനെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോട്ടെ, എനിക്കൊന്നും സംസാരിക്കാനില്ലേ എന്നും പറയാം. കൈ കൂപ്പിയിട്ട് സച്ചി അങ്ങ് മാറിപ്പോവാണേ. അത് കഴിയുമ്പോൾ നമ്മുടെ വർഷ കേക്കൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കേക്കൊക്കെ വിതരണം ചെയ്യുന്നുണ്ട്. വളരെ ഹാപ്പി ആയിട്ട് തന്നെ വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ നടക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രീകാന്തിനോട് വർഷ സോറിയൊക്കെ പറയുന്നുണ്ട്. ശ്രീകാന്തെ, ഞാൻ നിന്നെ സംശയിച്ചു കേട്ടോ, എൻ്റെ തെറ്റാ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ധൃതി വെച്ച് പോയത്, കാര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയില്ല എന്ന് പറയാം. അപ്പം ശ്രീകാന്ത് പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല, നീ തിരിച്ചു വന്നല്ലോ, ഇല്ലെങ്കിൽ ഇപ്പം ഇവരുടെയൊക്കെ മുമ്പിൽ ഞാൻ എന്ത് പറയായിരുന്നു എന്നിങ്ങനെ പറയുക. അങ്ങനെ എല്ലാം നല്ല രീതിയിൽ ഫംഗ്ഷനൊക്കെ നടക്കുകയാണ്. നമ്മുടെ ശ്രുതിയും കൂടി ഒരു സ്വർണ്ണ മോതിരമാണ് കേട്ടോ സമ്മാനമായിട്ട് ശ്രീകാന്തിനും വർഷയ്ക്കും കൊടുക്കുന്നത്. സ്വർണ്ണ മോതിരം രണ്ടുപേർക്കും കൊടുക്കുന്നത്. അങ്ങനെ സ്വർണ്ണ മോതിരമൊക്കെ വലിയ അഹങ്കാരത്തോടെ ഗമയോടുകൂടി വർഷയും ശ്രുതിയും കൂടി കൊടുക്കുകയാണ്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, നമ്മൾ നല്ല സ്വർണ്ണ മോതിരമൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്, എന്നിട്ടും അവർക്കൊരു മൈൻഡും ഇല്ലല്ലോ നമ്മളെന്ന് പറയുക. അതേസമയം നമ്മുടെ രേവതി ആണെങ്കിൽ ഒരു ബൊക്കെയാണ് കൊടുക്കുന്നത് കേട്ടോ. രേവതി സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു ബൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ അത് കാണുമ്പോൾ നമ്മുടെ വർഷയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ട് വർഷ പറയുകയാണേ, ഇത് നല്ല ഭംഗിയുണ്ടല്ലോ, രേവതി ചേച്ചി സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കിയതല്ലേ, ഇതിലെ ഓരോ പൂവിലും രേവതി ചേച്ചിയുടെ ജീവനുണ്ട്, അതുകൊണ്ട് ഈ ബൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഒരു നല്ല ഗിഫ്റ്റ് തന്നെയാണ് ഇതെന്നൊക്കെ പറഞ്ഞാൽ അതങ്ങ് ചേർത്ത് പിടിക്കുക. അത് കാണുമ്പോഴും നമ്മുടെ ശ്രുതിക്കും നല്ല ദേഷ്യം വരിക. നമ്മൾ ഇത്രയും വില കൊടുത്ത് സ്വർണ്ണമോതിരം വാങ്ങിച്ചു കൊടുത്തിട്ട് അതിനൊരു വിലയും തരുന്നില്ല, അവൾ കൊടുത്ത ഒരു ബൊക്ക, അതിനാണ് ഈ വിലയെല്ലാം കൊടുക്കുന്നത് അവൾ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുശുമ്പ് പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുകയാണ്.
അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴേക്കും വർഷ ശ്രീകാന്തിനുമായിട്ട് സംസാരിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവരുടെ പിണക്കമൊക്കെ അങ്ങ് മാറുകയാണ്. അപ്പോൾ ശ്രീകാന്തിൻ്റെ ആ മേഡം വരികയാണ് കേട്ടോ. പ്രിയ വരിക, പ്രിയ ഗിഫ്റ്റൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പ്രിയ വന്നിട്ട് പറയണം, എന്താ വർഷേ, എന്താ പറ്റിയ പിണങ്ങിപ്പോവാൻ? ഞാനേ ആ വെള്ളത്തിൽ ചവിട്ടി ഒന്ന് സ്ലിപ്പായതാ. അപ്പോൾ ശ്രീകാന്ത് എന്നെ എടുത്ത് വണ്ടിയിൽ കയറ്റി വിട്ടതാ. അത് കണ്ടുകൊണ്ട് വന്ന വർഷ അവിടെ നിന്ന് പിണങ്ങി പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഇതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ് കേട്ടോ, അങ്ങനൊന്നും ചിന്തിക്കണ്ടെന്ന് പറയാം. അപ്പോൾ വർഷ പറയേ, ശരിയാ, ഞാൻ അങ്ങനെയൊക്കെ അങ്ങ് ചിന്തിച്ചു പോയി, സോറി എന്നൊക്കെ പറഞ്ഞ് അവരുടെ മുമ്പിൽ അങ്ങ് ചമ്മി അടിച്ചൊക്കെ നിൽക്കുകയാണ്. അതിനുശേഷം ശ്രീകാന്ത് ഒരു ഗായകനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഒരു പാട്ടുകാരനെ കൊണ്ടുവന്നിട്ട്, ഒരു സെലിബ്രിറ്റി സിംഗറാണ്, അവിടെ കൊണ്ടുവന്നിട്ട് ആ ഫംഗ്ഷന് പാട്ടൊക്കെ പാടിക്കുന്നുണ്ട്. ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പാട്ടൊക്കെ അയാൾ പാടുകയാണ്. അത് പാടുമ്പോഴേക്കും എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട്, അവിടെയുള്ള കപ്പിൾസ് എല്ലാം ഭയങ്കര ഹാപ്പിയായി റൊമാൻറ്റിക് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ഏതും പോരാത്ത നമ്മുടെ ചന്ദ്രയും രവിയും വരെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഫംഗ്ഷൻ എല്ലാം നടക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വർഷയാണെങ്കിൽ എല്ലാവരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും മുമ്പിൽ വീട്ടിലുള്ളവരെയെല്ലാം പരിചയപ്പെടുത്തുകയും അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ രേവതിയെ വിളിച്ച് ചേർത്ത് നിർത്തുക വർഷ. എന്നിട്ട് പറയുന്നുണ്ട്, ഇതാണ് എൻ്റെ രേവതി ചേച്ചി എന്ന് പറയാൻ കേട്ടോ. സച്ചിയേട്ടൻ്റെ ഭാര്യ. ഞാൻ വിവാഹം കഴിഞ്ഞ് വന്നപ്പോഴേ എനിക്ക് ഒരു പരിചയമില്ലായിരുന്നു. ഈ വീട്ടിൽ ആരുമായിട്ട് ഇടപെടാനും ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെയൊക്കെ ഇരുന്ന് എല്ലാ കാര്യത്തിലും ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയ സമയത്ത് എന്നെ ചേർത്ത് നിർത്തി എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ രേവതി ചേച്ചിയായിരുന്നു. ദേ ഇപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പം അതിന് കൂട്ടുനിന്ന് എന്നെ ഇപ്പം ഒരു അപകടാവസ്ഥയിൽ നിന്ന് ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നത് വരുന്നത് ദേ ഈ രേവതി ചേച്ചിയാണ്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് രേവതി ചേച്ചി തന്നെയാണെന്ന് പറയാണ് കേട്ടോ. അത് കഴിയുമ്പം രവിയെ കാണിച്ചിട്ട് പറയുന്നുണ്ട്, ഇതാണ് എൻ്റെ അച്ഛൻ. അച്ഛനെ എപ്പോഴും ഞങ്ങൾക്ക് നല്ല ഉപദേശങ്ങളൊക്കെ തരും. ഏത് പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിലും അച്ഛൻ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ അച്ഛൻ എന്ന് പറയാം. അപ്പോൾ ചന്ദ്രയെ കാണിച്ചിട്ട് പറയാം, അതെ ഇതെൻ്റെ അമ്മായിയമ്മ. ഇവരെ എങ്ങനെയാണെന്നറിയാവോ, പല സമയത്തും ഇവരുടെ സംസാരം കേൾക്കുമ്പോൾ ഞാൻ പൊട്ടിച്ചിരിക്കാറുണ്ട്. അതുപോലെ കോമഡിയാണ് പറയാറ്, ഊളത്തരവേ പറയുള്ളൂ. അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഞാൻ ഏറ്റവും കൂടുതൽ ഇവരുടെ സംസാരം കേട്ടിട്ടാണ് ചിരിച്ചിരിക്കുന്നതെന്നൊക്കെ പറയുക. അപ്പോൾ എല്ലാവരും കൈ കൊട്ടി ചിരിക്കുകയാണേ. അപ്പോൾ നമ്മുടെ വർഷ അങ്ങ് ചിരിക്കുക. അത് കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്രയ്ക്ക് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. ചന്ദ്ര ഇങ്ങനെ ഒരുമാതിരി ആക്കിയല്ലേ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശ്രുതിയും വീണ്ടും പറയാം, നമ്മൾ സ്വർണ്ണമോതിരം കൊടുത്തിട്ടും നമ്മളെ ഒന്ന് പുകഴ്ത്തി പറയുകയോ നമ്മുടെ കാര്യം സംസാരിക്കുകയോ അവൾ ചെയ്തില്ല. എത്ര അഹങ്കാരമാണെന്ന് നോക്കിക്കേ. പിന്നെ ദേ പറയുന്ന കേട്ടോ, എന്തോ പ്രശ്നം ഉണ്ടായിട്ട് അവൾ പോയിരിക്കുകയായിരുന്നെന്ന്. എന്നിട്ട് ചെന്ന് സച്ചിയും രേവതിയാ കൂട്ടിക്കൊണ്ട് വന്നേന്ന്. എന്താണെന്ന് അറിയണ്ടേന്ന് ചോദിക്കുക. അപ്പോഴേക്കും ചെന്നിട്ട് ശ്രുതി ചോദിക്കുക, അതെ വർഷേ, എന്ത് പ്രശ്നം ഉണ്ടായിട്ടാണ് നീ ഇപ്പോൾ പോയത്? നിന്നെ കൂട്ടിക്കൊണ്ട് വന്നത് രേവതിയാണെന്ന് പറഞ്ഞല്ലോ. അതെവിടെ പോയപ്പോഴാണ് നിന്നെ രേവതി കൂട്ടിക്കൊണ്ട് വന്നേ? എന്തായിരുന്നു പ്രശ്നം എന്നൊക്കെ ചോദിക്കുക കേട്ടോ. അപ്പോൾ ഉടനെ സച്ചി പറയണേ, അതൊരു പ്രശ്നവും ഇല്ല. ആ കുട്ടി താമസിച്ച എന്താണെന്ന് വെച്ചാലേ അവൾക്ക് ഒരുപാട് വർക്ക് ഉണ്ടായിരുന്നു. ആ വർക്കിനോട് ആത്മാർത്ഥതയുള്ളത് കൊണ്ട് അവൾ അത് ചെയ്തു. ജോലിയോട് ആത്മാർത്ഥതയുള്ളത് നല്ല കാര്യമല്ലേ? അപ്പോൾ സമയമായപ്പോൾ ഞങ്ങൾ എന്നിങ്ങ് കൂട്ടിക്കൊണ്ട് വന്നു, അല്ലാതെ വേറൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് സച്ചി അതങ്ങ് ഒഴിവാക്കി വിടുക നൈസായിട്ട്. അങ്ങനെ ഫംഗ്ഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ നടക്കുകയാണ്. അതിനൊക്കെ ശേഷം എല്ലാവരും വീട്ടിലേക്ക് പോവാം. അപ്പോൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴേക്കും ഇങ്ങനെ എല്ലാവരോടും സംസാരിക്കുകയാണ്. അപ്പോഴും നമ്മുടെ ശ്രുതിയും പറയുന്നുണ്ട്, ഭയങ്കര അഹങ്കാരമാണ് വർഷയ്ക്ക്. അവൾക്ക് പണം ഉണ്ടെന്നുള്ള ഒരു അഹങ്കാരം. അവൾ രേവതിയെ മാത്രം പുകഴ്ത്തി പറഞ്ഞത് കേട്ടില്ലേ? ഇതൊന്നും ശരിയാവുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറയാണ് ശ്രുതിയും കൂടിയേ. അതേസമയം വർഷ വീട്ടിൽ ചെന്ന് കഴിയുമ്പം രേവതിയോട് പറയാം, രേവതി ചേച്ചി ഇങ്ങോട്ട് വന്നേന്ന് പറയാണ്. അങ്ങനെ രേവതിക്ക് ഒരു സമ്മാനം കൊടുക്കാനായിട്ട് തീരുമാനിക്കുക. അപ്പം വർഷ തന്നെ പറയുന്നുണ്ട്, എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നതുകൊണ്ട് എല്ലാവരും എനിക്ക് കൊണ്ടുവന്ന് സമ്മാനമൊക്കെ തന്നു. ഞാൻ പക്ഷേ ഒരാൾക്കൊരു സമ്മാനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഈ വീട്ടിൽ ഒരാൾക്ക് ഞാനൊരു സമ്മാനം കൊടുക്കുമെന്ന് പറയാം. അപ്പോൾ ചന്ദ്രയുടെ മനസ്സിലും ഇങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ, എനിക്കായിരിക്കും തരാൻ പോകുന്നത്. വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ അല്ലായിരുന്നോ, അതുകൊണ്ട് തന്നെ അവൾ എനിക്ക് എന്തോ കനവായിട്ട് സമ്മാനം തരും എന്ന് ചന്ദ്ര വിചാരിക്കുക. അതേസമയം ശ്രുതിയും കൂടെ പറയുന്നുണ്ടേ, അതെ നമ്മൾ സ്വർണ്ണമോതിരമൊക്കെ കൊടുത്തില്ലേ, അതുകൊണ്ട് അവൾ എന്തെങ്കിലും സമ്മാനം നമുക്ക് തരുമായിരിക്കും. നമ്മളല്ലേ ഏറ്റവും വിലപ്പെട്ട സമ്മാനം കൊടുത്തത് എന്നും പറഞ്ഞ് അവരും ഇങ്ങനെ ഗമയ്ക്ക് നിൽക്കുക. അപ്പോഴേക്കും വർഷ കയ്യിൽ നിന്ന് ഒരു 1.5 ലക്ഷം രൂപയുടെ ഒരു ഐഫോൺ എടുക്കുകയാണ്. അതെടുത്ത് എല്ലാവരെയും കാണിക്കതേ, ഇത് ഐഫോണാണ്, ഇതിന് ഇത്രയും രൂപ വിലയൊക്കെ ഉണ്ട് കേട്ടോ എന്ന് പറയുക. അത് കാണുമ്പം ചന്ദ്ര, ഇത്രയും രൂപ വിലയുള്ള ഫോണോ, ഇതൊക്കെ എന്തിനാ ഇപ്പം എന്നിങ്ങനെ പറയുകയാണ്. ചന്ദ്രയ്ക്ക് കിട്ടുമെന്ന് വെച്ചിട്ടാണേ. അപ്പോൾ പറയാണ് വർഷ, ഇത് ഞാൻ രേവതി ചേച്ചിക്ക് വേണ്ടി വാങ്ങിയതാണ്. ഇത് ഞാൻ രേവതി ചേച്ചിക്ക് സമ്മാനമായിട്ട് കൊടുക്കാൻ പോവാന്ന് പറയാണേ.
അങ്ങനെ ആ ഫോൺ രേവതിക്ക് കൊടുക്കാൻ നീട്ടുമ്പോൾ രേവതി പറയാം, അയ്യോ വർഷേ, ഇതൊന്നും വേണ്ട വർഷേ, ഇത്രയും വില കൂടിയ ഫോണൊക്കെ എനിക്കെന്തിനാ, എനിക്കൊരു കാര്യമില്ല, ഇതൊന്നും എനിക്ക് ഉപയോഗിക്കാനും ഇല്ല, പിന്നെ എന്തിനാ എനിക്കിപ്പോൾ ഇത്രയും വലിയ ഫോൺ, എനിക്ക് സാധാരണ ഒരു ഫോൺ ഉണ്ടല്ലോ അത് മതി. അപ്പം ഉടനെ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് വർഷ, അല്ല രേവതി ചേച്ചി, ഈ ഫോൺ കൊണ്ട് രേവതി ചേച്ചിക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ചേച്ചിയുടെ ബിസിനസ്സൊക്കെ ചെയ്യുമ്പം അതിനൊക്കെ ഇത് ഉപകരിക്കും. ഞങ്ങളുടെ ബിസിനസ്സൊക്കെ ചെയ്യുന്നത് ഈ ഫോണൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെയല്ലേ. അതുപോലെ തന്നെ ചേച്ചിക്കും ബിസിനസ് വിപുലപ്പെടുത്താനൊക്കെ ഇത് ഉപയോഗിക്കും. ഒരു നല്ല ഫോൺ കയ്യിലിരിക്കട്ടെ ചേച്ചി, എൻ്റെ സന്തോഷം കൊണ്ട് ഞാൻ വാങ്ങി തന്നതല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ രേവതിയും പറയാ, അത് നീ തന്നത് എനിക്ക് സന്തോഷമുള്ളൂ മോളെ എന്ന് പറയാം. അപ്പം സച്ചി പറയുന്നുണ്ട്, വാങ്ങിക്കോ രേവതി, വർഷ വാങ്ങി തന്നതല്ലേ, നീ വാങ്ങിക്കോ, ധൈര്യമായിട്ട് വാങ്ങിക്കോ എന്ന് പറയാം. അപ്പോൾ രേവതി സന്തോഷത്തോടു കൂടി വർഷയുടെ കയ്യിൽ നിന്ന് ആ ഫോൺ അങ്ങ് വാങ്ങിക്കുകയാണേ. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് പിടിക്കുന്നില്ല. ശ്രുതിയോട് പറയാം, കണ്ടോ 1,00,000 രൂപയുടെ ഫോണൊക്കെ വാങ്ങി രേവതിക്ക് കൊടുക്കുന്നു, ഈ മാലകെട്ടുകാരിക്ക്. അവർക്ക് ഈ ഫോണിൻ്റെയൊക്കെ ആവശ്യം എന്താ, അല്ല ഉപയോഗിക്കാൻ പോലും ഇവർക്ക് അറിയാവോ? എന്തിനാ ഈ വർഷം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? വർഷയ്ക്ക് പണത്തിൻ്റെ അഹങ്കാരമാണ്, അതാ ഈ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുക രണ്ടുപേരും. അതേസമയം നമ്മുടെ ചന്ദ്രയ്ക്ക് ഒട്ടും പിടിക്കുന്നില്ല. ചന്ദ്രയ്ക്ക് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നാലേ, എന്നിട്ട് കിട്ടാതെ രേവതിക്ക് കൊടുത്തു കഴിയുമ്പോഴേക്കും ചന്ദ്ര ചോദിക്കുക, എൻ്റെ പൊന്നു വർഷേ, നിൻ്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ നിനക്ക് വേറെ ചിലവൊന്നുമില്ലേ? ഈ 1,50,000 രൂപയുടെ ഫോണൊക്കെ വാങ്ങിയിട്ട് ഈ രേവതിക്ക് കൊടുക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? അവൾക്കിപ്പോൾ ഈ ഫോൺ കിട്ടിയിട്ട് എന്താ കാര്യം? ഈ മാല കിട്ടുന്നവൾ ഈ ഫോൺ കൊണ്ട് എന്ത് കാണിക്കാനാണെന്നാണ് നീ പറയുന്നത്? ഇവക്ക് എന്ത് ഉപയോഗം ഉണ്ടായിട്ടാ? അപ്പോഴേക്കും രേവതിയും പറയാം, ശരിയാ വർഷേ, എനിക്കൊരു സാധാരണ ഫോണിൻ്റെ ആവശ്യമേ ഉള്ളൂ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്ന് പറയാം. അപ്പോൾ വർഷ പറയുന്നുണ്ടോ, ഒന്നും മിണ്ടാതിരിക്കുക രേവതി ചേച്ചി, ഇവരങ്ങനെ പലതും പറയും. നിങ്ങൾ രേവതി ചേച്ചിയെ കൂടുതൽ കുറ്റം പറയാനൊന്നും പോകണ്ട കേട്ടോ. രേവതി ചേച്ചി മാല വിറ്റ് എത്ര ലക്ഷം രൂപ ഉണ്ടാക്കുന്നുണ്ടെന്നറിയാവോ? രേവതി ചേച്ചി നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഇതുപോലൊരു നല്ല ഫോൺ രേവതി ചേച്ചി ഉപയോഗിച്ചാൽ കൊള്ളില്ലേ? നിങ്ങൾക്കൊക്കെ മാത്രമേ പറ്റുള്ളൂ. എപ്പോഴും ഏതിനും രേവതി ചേച്ചിയെ കുറ്റം പറഞ്ഞുകൊണ്ട് വരും, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുക വർഷ. അപ്പോൾ നമ്മുടെ ചന്ദ്രയുടെ നാവങ്ങ് അടങ്ങി പോവുക. ചന്ദ്ര ഇങ്ങനെ അങ്ങ് കുനിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. വർഷയുടെ വായിന്ന് നല്ല കേട്ട് കഴിയും. അങ്ങനെ രേവതിക്ക് സന്തോഷമാവുകയാണ്, സച്ചിക്കും രവിക്കും ഒക്കെ സന്തോഷമാവുക. അങ്ങനെ ഈ ഫോണും കൊണ്ട് രേവതി മുറിയിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ വർഷയും ശ്രുതി എല്ലാവരും പോവുക. അപ്പോഴേക്കും നമ്മുടെ രവി അവിടെ നിന്നിട്ട് ചന്ദ്രയോട് പറയാം, ഇത് മോശമായി പോയി ചന്ദ്ര നീ പറഞ്ഞത്. അപ്പോൾ ചന്ദ്ര ചോദിക്കുക, എന്ത് മോശമായെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? അതെ, നീ ഇപ്പോൾ ആ രേവതിയെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ലായിരുന്നു. അവൾക്ക് ആ ഫോൺ ഉപയോഗിക്കാൻ അറിയില്ലെന്നും ആ ഫോൺ കൊണ്ട് ഉപയോഗമില്ലെന്നും ഒക്കെ നീ പറയേണ്ട കാര്യം എന്താ? വർഷ സന്തോഷത്തോടെ സ്നേഹത്തോടെ രേവതിക്ക് കൊടുത്ത സമ്മാനമല്ലേ, അതിനെക്കുറിച്ച് നീ ഇങ്ങനെ മോശം പറയേണ്ട കാര്യമൊന്നുമില്ല. ഏത് നേരവും രേവതിയെ കുറ്റം പറയുന്നത് എന്തിനാ? രേവതി ഒരു നേരം ഇല്ലെങ്കിൽ അറിയാം ഈ വീട്ടിലെ ബുദ്ധിമുട്ട് എന്നൊക്കെ പറയാണ് കേട്ടോ രവി. അങ്ങനെ ചന്ദ്രയൊക്കെ ആ കലിപ്പൊക്കെ ആയിട്ട് ചന്ദ്രയും പോവാണ്. അങ്ങനെ അതിനൊക്കെ ശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സച്ചിയുടെ ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ദേവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അടുത്ത ഇതിൽ പറയാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ദേവുവിന്, രേവതിയുടെ അനിയത്തി ദേവുവിന് ഹോസ്പിറ്റലിലാണല്ലോ ജോലി. അങ്ങനെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ സച്ചിയുമായിട്ട് ശത്രുതയുള്ള ഒരു ട്രാഫിക് പോലീസുണ്ട്. സച്ചി അധികം ഉടക്കമൊക്കെ ചെയ്യുന്നുണ്ട് ആ ട്രാഫിക് പോലീസുമായിട്ട്. സച്ചിയുടെ ഒരു ശത്രുവായിട്ട് തന്നെയാണ് അയാളിങ്ങനെ ഇരിക്കുന്നത്. രണ്ടുപേരും തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടേ. അങ്ങനെ ആ ട്രാഫിക് പോലീസ് അയാളുടെ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നിരിക്കുക. അപ്പോൾ അയാളും അമ്മയും മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് തീരെ വയ്യ. അങ്ങനെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ വേറെ ആരും കൂടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവിടെ ഇരിക്കണം, അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ തീരെ വയ്യാത്ത അമ്മയെ അവിടെ എങ്ങനെ ഇരുത്താനാണ്? അതിൻ്റെ ഇടയ്ക്ക് ഇയാൾക്ക് 100 കോള് വരുന്നുണ്ട് ചെല്ലാൻ പറഞ്ഞിട്ട്. അങ്ങനെ അയാൾ എടുക്കുന്നു, ടെൻഷൻ അടിക്കുന്നു, അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വരുന്നു, ആകെ മൊത്തം പോകാൻ പറ്റത്തുമില്ല, അമ്മയെ ഇട്ടിട്ട് പോകാനും പറ്റുകയില്ല. അങ്ങനെ ആകുമ്പോൾ ഇതൊക്കെ നമ്മുടെ ദേവു കാണുകയാണ്. ദേവു കണ്ടിട്ട് ദേവു അയാളോട് ചോദിക്കുന്നുണ്ട്, അതെ നിങ്ങൾക്ക് എന്താ ജോലി എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയാം, ഞാൻ ട്രാഫിക് പോലീസാണ്, എനിക്കിന്ന് സ്റ്റേഷനിൽ അത്യാവശ്യമായിട്ട് ചെല്ലേണ്ട കാര്യം ഉണ്ടായിരുന്നു, ഇപ്പോൾ അമ്മ ഇവിടെ ഇരുത്തിയിട്ട് എങ്ങനെയാണ് പോവുക? അപ്പോൾ ദേവു ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേറെ ബന്ധുക്കളും മറ്റാരെങ്കിലും ഇല്ലേന്ന് ചോദിക്കുക. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇല്ല, ഞാൻ ജോലിയുടെ ആവശ്യത്തിനായിട്ടാണ് ഇവിടെ വന്ന് താമസിക്കുന്നത്, ഞങ്ങളുടെ ബന്ധുക്കളെല്ലാം നാട്ടിലാണ് ഉള്ളത്, അവർക്കാർക്കും ഇപ്പം പെട്ടെന്ന് ഇങ്ങോട്ടൊന്നും വരാൻ പറ്റില്ല, ജോലിയുടെ ആവശ്യത്തിന് ഞാനും അമ്മയും മാത്രമേ ഇവിടെ വന്ന് താമസിക്കുന്നുള്ളൂ എന്ന് പറയാം. അപ്പോൾ അത് എനിക്ക് പോകാനും അത്യാവശ്യമുണ്ട്, എന്താ ചെയ്യാമെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ ദേവു പറയണേ, എന്നാൽ നിങ്ങൾ പോയിക്കോ, അത്യാവശ്യമായിട്ട് വൈകിട്ട് വന്നാൽ മതി, ഞാൻ അതുവരെ ഇവിടെ ഉണ്ടല്ലോ, ഞാൻ അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം എന്ന് പറയണേ. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അയ്യോ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ദേവു പറയുന്നുണ്ട്, ഏയ് ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ നോക്കിക്കോളാം, ഞാനിവിടെ ഉണ്ടല്ലോ, ഞാൻ കുറച്ച് ലേറ്റ് ആവുന്നേ ഉള്ളൂ, എനിക്കും വീട്ടിൽ ഇതുപോലെ പ്രായമായ ഒരു അമ്മയുണ്ടല്ലോ, അതുപോലെ ഞാൻ നോക്കിക്കോളാം, അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾ തന്നെ പോയിക്കോളാം പറയാം.
അപ്പോൾ അയാൾ പറയുന്നുണ്ട് വളരെ ഉപകാരം കേട്ടോ, എനിക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ടതുകൊണ്ടാണ്, ഞാൻ വൈകിട്ടാകുമ്പോഴത്തേക്കും വരാം, അതുവരെ അമ്മയെ നോക്കിക്കോണേ എന്ന് പറഞ്ഞിട്ട് ഇയാൾ പോകുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ദേവു ആ അമ്മയെ ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ, നല്ല രീതിയിൽ. അതൊക്കെയാണ് പിന്നീട് ഇനി വരാൻ പോകുന്നത്. ദേവു വിവാഹം കഴിക്കാൻ പോകുന്നത് ആ ട്രാഫിക് പോലീസുകാരനെയാണ്. അയാളും സച്ചിയുമായിട്ട് നല്ല ഉടക്കൊക്കെയാണ്. സച്ചിയും ആ ദേവുവിൻ്റെ ഭർത്താവും തമ്മിൽ നല്ല പ്രശ്നം ഉണ്ടാകുകയും അയാൾ ഒരു തരികിടയൊക്കെ ആകുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ അധികം നല്ല സംഭവ ബഹുലമായ എപ്പിസോഡുകളൊക്കെ ഇനി വരാനായിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സീരിയലായിട്ട് വരികയാണ് ചെമ്പനീർ പൂവ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്